രോഹിണി നിക്ക്. ഞാൻ പറയുന്നത് സമാധാനമായിട്ട് നീ ഒന്ന് കേക്ക്. ഞാനിപ്പോ 100 കൂട്ടം പ്രശ്നങ്ങൾക്കിടയിൽ പെട്ടിരിക്കുക. ഒരു കാര്യത്തിലും ഒരു പരിഹാരം കാണാനോ തീരുമാനത്തിലെത്താനോ പറ്റുന്നില്ല. ഇതുപോലൊരു പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സത്യം പറയാലോ, ഓരോന്നാലോചിച്ചിട്ട് ഉറക്കം വരുന്നില്ല. ദയവ് ഇത് നീ ഇങ്ങനെ മുഖം കറുപ്പിച്ച് നിൽക്കല്ലേ. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും എന്നെ അടിക്കാൻ നിനക്ക്. പക്ഷേ ഇക്കാര്യത്തിൽ നീ എന്നെ അനുസരിക്കണം. ഇതെന്റെ അപേക്ഷയാണ്. നോക്ക്, ഞാൻ ഒരുപാട് ആലോചിച്ചു. ഒരുപാട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ശ്രമിച്ചാലും എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതാണ് സത്യം. ഇപ്പൊ നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ ആദ്യം ഈ സ്ഥാപനം വേണ്ടാന്ന് വെക്കണം. വിമലയുടെ കല്യാണം നടത്താൻ പറ്റില്ല എനിക്ക്. ഡോക്ടർ ആവാൻ നിൽക്കുന്ന വിസ്മയുടെയും എൻട്രൻസ് എഴുതുന്ന വീണയുടെയും പഠനം മുടങ്ങും. ഇതിനൊക്കെ ഇപ്പൊ ഞാൻ എന്ത് വേണമെന്നാ പറയാം. നീ ഒന്ന് ക്ഷമിക്ക്. അറിയാലോ, ഒരുപാട് ഭീഷണിക്ക് നടുവിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അതൊന്ന് തരണം ചെയ്യാൻ സമയം വേണം. അതിനുവേണ്ടി 1-2 വർഷം കൂടി നീ എനിക്ക് വേണ്ടി കാത്തിരുന്നേ പറ്റൂ. അതുവരെ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വരും. കൊള്ളാം. അതിലും ഭേദം നിങ്ങളെപ്പോലൊരു ചതിയനെ വേണ്ടെന്ന് വെക്കുന്നതാ. രോഹിണി, പ്ലീസ് ഇമോഷണലാവാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാനിപ്പോ നിന്നെ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ സഹോദരിമാർക്ക് നല്ലൊരു ഭാവി ഇല്ലാതാവും. നിങ്ങളുടെ ഈ സ്ഥാപനം പൂട്ടേണ്ടി വരും. നിങ്ങളുടെ സുഹൃത്തുക്കളെ നഷ്ടപ്പെടും. മനസ്സിലായി? പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ സ്വന്തമാ. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞപ്പോ നിങ്ങളുടെ അല്ലേ? എന്തുകൊണ്ട് അത് നിങ്ങളുടെ സ്വന്തമാണെന്ന് ചിന്തിക്കാത്തെ? രോഹിണി, മതി വിശദീകരിക്കൽ. എന്റെ ജീവിതം എന്തായാലും നിങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ. അപ്പൊ പിന്നെ എന്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുന്ന ഈ മനസ്സുകൊണ്ട് എന്നെയും വേണ്ടെന്ന് വെച്ചാ മതി. ഈ പ്രേമകഥ നമുക്കങ്ങ് അവസാനിപ്പിക്കാം. എന്റെ രോഹിണി, നീ എന്റെ മനസ്സറിയാതെയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. എനിക്ക് നിന്നെ ഒഴിവാക്കി ഒരു ജീവിതമില്ലാത്തത് കൊണ്ടാണ് കാത്തു നിൽക്കാൻ പറയുന്നത്. കുഞ്ഞിനെ നശിപ്പിക്കാൻ പറയുന്നത് എന്റെ ഗതികേട് കൊണ്ടാണ്. എനിക്കറിയാം. ശരി, എന്തിനാ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും തർക്കിക്കുന്നത്? ഞാൻ ചത്ത നിങ്ങളുടെ ഗതികേട് മാറുമെങ്കിൽ എന്നെ അങ്ങ് കൊന്നുകള നിങ്ങള്. ചോദിക്കാനും പറയാനും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. എന്നാ ഇപ്പൊ തന്നെ ആവാത്. വേഗം ആവട്ടെ. ഇപ്പൊ ഇവിടെ ആരുമില്ല. സംഗതി എളുപ്പവും. വേണ്ടടി, വേണ്ട. ഞാൻ മിണ്ടാതെ നിന്നുതരാം. എന്നെ ഇതിനകത്ത് പൂട്ടിയിട്ടിട്ട് നീ പോയാ മതി. ഞാൻ സ്വയം തുണികൾക്ക് തീയിട്ടിട്ട് ചത്തോളാം. മനുഷ്യന് മരണത്തിലെങ്കിലും അല്പം സമാധാനം കിട്ടിക്കോട്ടെ. എന്റെ അമ്മ, സഹോദരിമാർ, മുത്തശ്ശൻ, മുത്തശ്ശി, അവരുടെ ഒന്നും മുഖം പിന്നെ എനിക്ക് കാണണ്ടല്ലോ. എന്തിന്? അതിലും ഭേദം ഞാനും എന്റെ കുഞ്ഞു ഇവിടുന്ന് പോകുന്നതല്ലേ. നിങ്ങൾക്ക് സൗകര്യമാവുമല്ലോ. ശരി, എങ്കിൽ അങ്ങനെ ആയാലും മതി. എങ്ങോട്ടെങ്കിലും പോടി നീ. ബാക്കി ഞാൻ കണ്ടോളാം. എവിടെങ്കിലും പോയി ചത്തൊടുക നീ. നിനക്കൊന്നും മനുഷ്യന്റെ അവസ്ഥ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. വിനയചന്ദ്രന്റെ മനസ്സറിയാൻ ഈ ഭൂമിയിൽ ആരുമില്ല. ആരും. പ്രേമിച്ചു എന്നുള്ളൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് ഇങ്ങനെ ശിക്ഷിക്കരുത്. കഷ്ടം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.